മോശം പെരുമാറ്റത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് നടൻ വിനായകൻ രംഗത്തെത്തിയിട്ടുണ്ട്. നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്ന വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന് മുകളിൽ കയറി നഗ്നത പ്രദർശിപ്പിച്ച് അസഭ്യം പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനില്, നമുക്കറിയാം വിനായകൻ ഇപ്പോഴല്ല, ഒരുപാട് വിഷയങ്ങൾ തുടർച്ചയായിട്ട് അദ്ദേഹം വാർത്തയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിവൈകാരികമായ പല പ്രശ്നങ്ങളിലും ഇടപെടാറുണ്ടോ, ആ രീതിയിലൊക്കെ അദ്ദേഹം വിമർശനം കേൾക്കുകയും ചെയ്യുന്നു. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം? മാർഷൽ, ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അത് ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തുന്നതും അസഭ്യ പ്രയോഗങ്ങൾ നടത്തുന്നതൊക്കെയാണ്. ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ വിനായകന്റെ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഒരുപക്ഷെ വിനായകൻ ആദ്യമായിട്ടായിരിക്കാം പൊതുസമൂഹത്തോടെ ഇതിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. തൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികൾക്കും അദ്ദേഹം പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. ചർച്ചകൾ തുടരട്ടെ എന്നുകൂടി വിനായകൻ കുറിക്കുന്നുണ്ട്. അതായത് ഒരു നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും തനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല, പല വിഷയങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വിവാദങ്ങളിൽ വിനായകൻ പെടുന്നത് ആദ്യമല്ല. ഇത്തരത്തിലുള്ള അസഭ്യ പ്രയോഗങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോകളൊന്നും ആദ്യമായിട്ടുമല്ല നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന ഫ്ലാറ്റിൽ സമീപവാസികളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും പരാതിപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ സംഭവിച്ചതിനെല്ലാം പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരട്ടെ എന്നുകൂടി വിനായകൻ കുറിക്കുന്നു. അതായത് ഇക്കാര്യങ്ങൾ തൻ്റെ മാപ്പും മുൻപ് നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെ പൊതുസമൂഹത്തും ചർച്ച ചെയ്യട്ടെ എന്നതാണ് വിനായകന്റെ നിലപാട്. തീർച്ചയായിട്ടും ഒരു നല്ല നടനായി അദ്ദേഹം തുടർന്നും സമൂഹത്തിൽ ഇടപെടട്ടെ. അദ്ദേഹത്തിൻ്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് പ്രേക്ഷകരും അങ്ങനെ തന്നെ പെരുമാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? സ്വാഭാവികമായിട്ടും വിനായകൻ ഒരു അതിവൈകാരികതയുടെ ആളാണ്.